ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള റവ കേക്ക് റെഡിയാക്കി എടുത്താലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മന്ന കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആദ്യം നമുക്ക് 1 കപ്പ് റവ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വറക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൈദയുടെ അത്രയൊന്നും സോഫ്റ്റ് കിട്ടത്തില്ല, എന്നാലും നമുക്ക് നന്നായിട്ട് പറ്റാവുന്നത്ര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളുണ്ട്, അത് കുഴപ്പമില്ല. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ആ ജാറിൽ തന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഈ കൂടി 2-3 ഏലക്കയും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ബാറ്ററിലേക്ക് അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി വേറൊരു ജാറിലേക്ക്, അതായത് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ജാറിലേക്ക് നമുക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അങ്ങനെ മുട്ട ഇവിടെ അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടാകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കൂടെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. അങ്ങനെ എല്ലാം കൂടി ഇവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു ബാറ്ററിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇവിടെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മൾ മുമ്പ് ഒഴിച്ച് കൊടുത്ത പാലിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെ അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്നട്ടുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രത്തിൻ്റെ ഹൈറ്റ് 2.5 ഇഞ്ചാണ് വരുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് സൈഡിലൊക്കെ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടിന്നിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു തട്ടുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അങ്ങനെ പാത്രം ഇവിടെ പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 50 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. അപ്പോൾ 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി കേക്ക് ബേക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള റവ കേക്ക് നിങ്ങളും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.